തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. മറ്റുള്ളവർക്കാവാലോ. അല്ല, ഞങ്ങൾ വന്നത് സന്ദീപേട്ടന്റെ അമ്മയ്ക്ക് ഇഷ്ടായില്ലെന്നുണ്ടോ? അതിലെന്താ ഇത്ര സംശയം? ഇത്രയായിട്ട് നിങ്ങൾക്കത് മനസ്സിലായില്ല? എന്റെ മോൻ ഒരുത്തി ഇവിടെ കൊണ്ടുവന്നു എന്നും പറഞ്ഞ് അവളുടെ ബന്ധുത്വം പറഞ്ഞ് ഇവിടെ ആരും വിരുന്ന് വരാനും കേറി താമസിക്കാനും ഒന്നിന് നിൽക്കണ്ട. ഞങ്ങള് കേറി താമസിക്കാനൊന്നും വന്നതല്ല. ദേവി ചേച്ചി ഒന്ന് കാണണം, തിരിച്ചു പോണം. കൂട്ടത്തിൽ സന്ദീപേട്ടന്റെ വീട്ടിൽ ഒന്ന് കയറണം, അത്രയും ഞങ്ങൾ വിചാരിച്ചോളൂ. അവളെ കാണാൻ വന്നവര് അവളെ കണ്ടിട്ട് അങ്ങ് പോയാ മതി. കണ്ണി കണ്ടവർക്കൊക്കെ വലിഞ്ഞു കയറി വരാനുള്ളതല്ല ഈ തറവാട്. ശ്രീകലേ, എന്തൊക്കെ അവിവേകമാ നീ വിളിച്ചു പറയുന്നേ? അമ്മ ഇതിൽ ഇടപെടണ്ട. ബന്ധുത്വം പറഞ്ഞു ഓടി വന്ന് ഒട്ടിച്ചേരാനാ രണ്ടിന്റെയും വരവ്. അത് കണ്ടാലറിയില്ലേ? സ്വന്തം വീട്ടുകാരെ ചതിച്ച് വാക്കുറപ്പിച്ച കല്യാണവും മറന്ന് എന്റെ മോന്റെ പിന്നാലെ ചാടി പോന്നത് അവള്. അല്ലെങ്കിൽ തന്നെ അവളെ അന്വേഷിച്ചു വരാൻ നിങ്ങൾ അവളുടെ ആരാ? തലയ്ക്ക് വെളിവില്ലാത്ത ഒരു സ്ത്രീയെയും കൂട്ടി ബന്ധുത്വം ചമഞ്ഞു വന്ന് ഇവിടുത്തെ വകകളൊക്കെ മോഷ്ടിക്കില്ലെന്ന് ആര് കണ്ടു? മാഡം, നിങ്ങൾ പറഞ്ഞത് ശരിയാ. ദേവി ചേച്ചിയുമായിട്ട് രക്തബന്ധമൊന്നും എനിക്കും ഈ അംബികാമ്മയ്ക്കും ഇല്ല. പക്ഷെ അംബികാമ്മയ്ക്ക് ദേവി ചേച്ചി സ്വന്തം മോളെ പോലെ. എനിക്കെന്റെ സ്വന്തം ചേച്ചിയെ പോലെ. ആ സ്നേഹബന്ധത്തിന്റെ പുറത്താ ദേവി ചേച്ചിയെ കാണാൻ ഞങ്ങൾ ഇത്ര ദൂരം കഷ്ടപ്പെട്ട് വന്നത്. അല്ലാതെ നിങ്ങളുമായിട്ട് ബന്ധുത്വം സ്ഥാപിക്കാനോ നിങ്ങളുടെ വസ്തുവകകൾ മോഷ്ടിക്കാനോ ഒന്നുമല്ല. ഞങ്ങൾ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതുമല്ല. അംബിക അമ്മ കുറച്ച് നാൾ ദേവി ചേച്ചിയുടെ കൂടെ ഉണ്ടാവും. ഞാൻ ഇന്ന് എന്നെ മടങ്ങും. അതെ, പോകുമ്പോ ആ ഊമ പെണ്ണിനെ കൂടി കൊണ്ടുപോയാ അത്രയും ഉപകാരം. നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിങ്ങളുടെ മകൻ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണല്ലേ ദേവൂട്ടി? ആര് കെട്ടി? പെറ്റ തള്ളയും വീട്ടുകാരും പറയാതെ അവൻ എന്തെങ്കിലും മണ്ടത്തരം ചെയ്തതിന് അതൊരു അവകാശമാക്കി മാറ്റാന്നൊന്നും ആരും വിചാരിക്കണ്ട. ആ മിണ്ടാ പെണ്ണിനെ എന്റെ മരുമകളായി ഈ ജന്മത്തിൽ ഞാൻ അംഗീകരിക്കത്തുമില്ല. ഓ, അപ്പോ ദേവി ചേച്ചിയെ മരുമോളായിട്ട് അംഗീകരിക്കാൻ മനസ്സിലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതെ. അത് തന്നെയാ ഞാൻ പറയുന്നത്. എന്റെ കൊക്കില് ജീവനുള്ളിടത്തോളം കാലം അവളെ എന്റെ മകന്റെ ഭാര്യയായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ വിട്ടേക്ക്, ഞങ്ങൾ ദേവി ചേച്ചിയെ തിരിച്ചു കൊണ്ടുപോയിക്കോളാം. ഇഷ, അതിനുള്ള അവകാശം നമുക്കില്ല. സന്ദീപ് താലി കെട്ടിയ കുട്ടിയെ അവള്. ഇവർക്കത് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും സന്ദീപിന് ദേവൂട്ടി ഭാര്യ തന്നെയാണ്. സന്ദീപിന്റെ അനുവാദമില്ലാതെ ദേവൂട്ടിയെ കൊണ്ടുപോകാൻ നമുക്ക് അവകാശമില്ല കിഷ. അങ്ങനെ ചെയ്യുകയരുത്. അംബിക പറഞ്ഞതാ അതിന്റെ ശരി. എങ്കിൽ നോക്കിക്കോ, ഈ വ്രതം അവസാനിക്കുന്നതിന് മുൻപ് എന്റെ മോനെ കൊണ്ട് തന്നെ ഞാൻ അവളെ വേണ്ടെന്ന് പറയിപ്പിക്കും.
അവള് പറയുന്ന ഒന്ന് നിങ്ങൾ കാര്യാക്കണ്ട കേട്ടോ. സന്ദീപ് ഒരിക്കലും ദേവൂട്ടിയെ വേണ്ടെന്ന് വെക്കില്ല. ഇനി അവര് പറഞ്ഞതുപോലെ നടന്നാൽ തന്നെ ദേവൂട്ടി അനാഥയാവില്ല. സാക്ഷാൽ മൂകാംബിക അമ്മ അവളെ കാത്തോളൂ. മുത്തശ്ശി സാരല്ല കേട്ടോ. അവര് ഞങ്ങളെ പറഞ്ഞെന്ന് ഓർത്ത് മുത്തശ്ശി വിഷമിക്കണ്ട. ഒന്നും ദേവി ചേച്ചി അറിയുകയും വേണ്ട. കിഷ, നമുക്ക് പോകാം മോനെ. ഛേ, ആ സ്ത്രീക്ക് ദേവി ചേച്ചിയോടുള്ള പകയും വൈരാഗ്യമൊന്നും ഇതുവരെ മാറിയിട്ടില്ലല്ലോ. അവര് പിന്നെ ദേവൂട്ടിയെ സ്വീകരിച്ചെന്ന് സന്ദീപ് നമ്മളോട് പറഞ്ഞതോ? നമ്മളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും സന്ദീപേട്ടൻ അങ്ങനെ പറഞ്ഞത്. എന്റെ ബലമായ സംശയം ദേവി ചേച്ചിയെ മനഃപൂർവ്വം വീട്ടിൽ കയറ്റാതിരിക്കാനായിട്ടായിരിക്കും അവർ ഈ 41 ദിവസത്തെ വ്രതം ആ പാവത്തിനെ കൊണ്ട് എടുപ്പിക്കുന്നത്. ശരിയാ, അങ്ങനെ ഒരു സംശയം എനിക്കും തോന്നി. പാവം ദേവൂട്ടി, അവൾക്കൊരു നല്ല ജീവിതം ആയല്ലോ എന്ന് കരുതി മനസ്സൊന്ന് സമാധാനിച്ചതാ. അംബികാമ്മ വിഷമിക്കണ്ട. ആ സ്ത്രീ അങ്ങനെ പെരുമാറിയെന്ന് കരുതി സന്ദീപേട്ടന് ദേവി ചേച്ചിയെ ഭയങ്കര ഇഷ്ടം.